പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ താടി വെച്ചാലുള്ള കൂലി പറഞ്ഞു. യുവാക്കൾ വെച്ചെന്തറിയോ? ഞങ്ങളിങ്ങനെ ക്യാമ്പസിൽ കൂടെ താടി വെച്ച് നടക്കേ. ഇന്നെല്ലാ യുവാക്കളും താടി വെക്കണ്ടല്ലോ. എന്തേ കാരണം? നിവിൻ പോളി താടി വെച്ചു, അതുകൊണ്ട് താടി വെക്കുന്നു. പ്രവാചകൻ താടി വെക്കാൻ വേണ്ടി പറഞ്ഞപ്പോ അത് ലോകത്തെ ഏറ്റവും വലിയ ശൈമേടായി മാറി. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ യുസക്കീഹിം വലാ യൻദുറുഹും. നാളെ പരലോകത്ത് 3 വിഭാഗം ആളുകളെ പടച്ച തമ്പുരാൻ തിരിഞ്ഞു നോക്കൂല. അതിലൊന്ന് പ്രവാചകൻ പറഞ്ഞറിയോ? ഒന്ന് കള്ളക്കച്ചവടം നടത്തുന്നവൻ, 2 കള്ളസത്യം നടത്തുന്നവൻ. അതോടൊപ്പം പ്രവാചകൻ പറഞ്ഞു നെരിയാണിക്ക് താഴേക്ക് ഡ്രസ്സ് ധരിച്ചവൻ. അന്ന് യുവാക്കൾ വെച്ചു, ഞങ്ങൾ ഇങ്ങനെ ക്യാമ്പസിൽ കൂടെ നെരിയാണിന്റെ മുകൾക്ക് ഡ്രസ് ഇട്ട് നടക്കേ, ആൾക്കാരെന്ന് വിചാരിക്കും. അങ്ങനെ ചോദിച്ച മുഹമ്മദ്, അങ്ങനെ ചോദിച്ച ഇബ്രാഹിം ഇന്ന് ബൈക്കിലൂടെ പോകാൻ ട്രൗസർ ഇട്ടിട്ട് അവന് ട്രൗസർ ഇടാൻ കഴിയുന്നു. എന്തേ കാരണം? ഫഹദ് ഫാസിൽ ട്രൗസർ ഇട്ടു, അതുകൊണ്ട് ട്രൗസർ ഇടാൻ റെഡിയാണ്. എന്റെ ഒരു ആഗ്രഹം ഞാൻ പറയട്ടെ. എന്റെ ഒരു ആഗ്രഹം, ഏതെങ്കിലും ഒരു സിനിമയിൽ ഫുൾ കയ്യും മുഖമക്കിന് പഴയ ഉമ്മാര് ധരിക്കുന്ന പറതിയിട്ടൊരു ഏതെങ്കിലും സിനിമകളിൽ നിന്ന് വരണ്ടിയെന്ന് വലിയൊരു ആഗ്രഹം. മുഖമക്കന് പറതിയിട്ടിട്ട് ഒരു 5 മാസത്തെങ്കിലും നമ്മുടെ നാട്ടിലെ സഹോദരിമാർ ആയത്ത് ഓതണ്ട, ഹദീസ് ഓതണ്ട, ഇസ്ലാമികമായ വസ്ത്രവിധാനത്തിന് ഹുദ്മി പറയണ്ട, ഫുൾ ടൈം ഇസ്ലാമിക വസ്ത്രം ധരിച്ച് നടക്കും. എന്തേ കാരണം അറിയോ? പ്രവാചകന്റെ വാക്കിനേക്കാളും വില, പ്രവാചകന്റെ വചനത്തെക്കാളും വില, അള്ളാഹുവിന്റെ വാക്കിനേക്കാളും വില നമ്മുടെ മനസ്സിൽ നടന്മാർക്കായി പോയിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, എംഎസ്എമ്മുകാരെ തിരിച്ചു നടക്കേണ്ടതാണ്. ഒരു ജീവിതത്തിൽ രണ്ടാമതൊരു മാർഗവുമില്ല, തിരിച്ചു നടക്കണം നമ്മൾ. കാരണം നമ്മുടെ പരലോകത്തെ ചോദ്യം, ഖബറിലെ ചോദ്യം പടച്ച തമ്പുരാന്റെ ചോദ്യമാണ്. അതിന് അള്ളാഹു പറഞ്ഞ പോലെയാണ് ജീവിക്കേണ്ടത്.